Good morning, students. Welcome to today's class. Today we are discussing about types of photodiode. So we have already discussed about PN photodiode. Now we are going to discuss PIN photodiode. As the name itself, the name indicates, the two layer, that is P and N layer, is sandwiched, or that is N is sandwiched in between the two layers P and N layer. Okay, so here N is the semiconductor layer, or uh, there is doping concentration in I region is very low, so I is the semiconductor region. Okay, so and also the diffusion component PN diode can be reduced by decreasing the width of the P region and region. With P region diffusion എന്ന് പറഞ്ഞാൽ ഹോൾസ് പിയിലോട്ടും അതുപോലെ തന്നെ ഇലക്ട്രോൺസ് എന്നിലോട്ട് മൂവ് ചെയ്യാനുള്ള ആ ഒരു ഡിഫ്യൂഷൻ ആ ഒരു നമ്മൾ വോൾട്ടേജ് കൊടുത്താൽ ഈ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞത് ഡിഗ്രീസ് ചെയ്യണമെങ്കിൽ അവർ തമ്മിൽ വിടുത്ത് പി റീജിയൻ്റെയും എൻ റീജിയൻ്റെ വിടുത്ത് ഡിഗ്രീസ് ചെയ്താൽ മതി. The width of the depletion by this, അതായത് അതിൻ്റെ വിടുത്ത് ഡിഗ്രീസ് ചെയ്യുക ഇൻ ദ സെൻസ് നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിടുത്ത് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ PIN കേസിൽ പി റീജിയന് ഐ റീജിയൻ എൻ റീജിയൻ. സോ I region sandwiched between P and N, and also the doping concentration is very low in I region, and P region compared to other, that is PN photodiode, this will give greater performance, improved performance തരും. പിന്നെ അതുപോലെ തന്നെ PN photodiode ലെയേഴ്സിൽ P പ്ലസ് ലെയറിനും എൻ പ്ലസ് ലെയറിനും ഓക്കെ പി പ്ലസ് എൻ പ്ലസ് ഐ അങ്ങനെയാണ് ഇതിൻ്റെ ലെയർ എടുക്കുന്നത്. ഇതിൽ പി പ്ലസ് ലെയറിനും എൻ ലെയറിനും ഈ പി ലെയറും എൻ ലെയറിലും ലെസ് റെസിസ്റ്റിവിറ്റി ആണ്. ആൻഡ് ഐ ലെവറിൽ ഇമ്പ്യൂരിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ റെസിസ്റ്റിവിറ്റി ഹൈ ആണ്. ഈ ഐയിൽ ലെസ് ഇമ്പ്യൂരിറ്റി ആണുള്ളത്. സോ ഇവിടെ റെസിസ്റ്റിവിറ്റി ഹൈയും പി റീജിയനിലും എൻ റീജിയനിലും റെസിസ്റ്റിവിറ്റി ലോയും ആണ്. സോ ഈ റെസിസ്റ്റിവിറ്റി ഹൈ ഉള്ള റീജിയനിലോട്ടാണ് എന്ത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്, അല്ലെങ്കിൽ ലൈറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഈ ഐ റീജിയനിലോട്ടാണ്. ഈ ഐ റീജിയനാണ് എന്ത് ഡിപ്ലീഷൻ റീജിയൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ലാർജ് ഡിപ്ലീഷൻ റീജിയൻ ആണ് കമ്പയർഡ് ടു PN ഫോട്ടോഡയോഡ്. PN ഫോട്ടോഡയോഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഹയർ ആണ്. അപ്പോൾ ഈ ഡിഫ്യൂഷൻ കോമ്പണൻ്റ് ഒക്കെ റിമൂവ് ചെയ്യാനും വേണ്ടി ഈ പി റീജിയനും എൻ റീജിയനും വിടുത്ത് കുറച്ച്, ഡിപ്ലീഷൻ റീജിയൻ കുറച്ച് വിടുത്ത് കൂട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഐ റീജിയൻ എന്ന് പറഞ്ഞാൽ ഡിപ്ലീഷൻ റീജിയൻ ഇവിടെ ഐ ആണ്. ഐ റീജിയൻ എന്ന് പറയുമ്പോൾ ഇമ്പ്യൂരിറ്റി ഡോപ്പ് ചെയ്ത് ഇമ്പ്യൂരിറ്റി കുറവുള്ള റീജിയൻ ആണ് ഐ റീജിയൻ. ഓക്കെ, സോ ഇമ്പ്യൂരിറ്റി കുറവായതുകൊണ്ട് തന്നെ അവിടുത്തെ റെസിസ്റ്റിവിറ്റി ഹൈ ആണ്. ആൻഡ് പി പ്ലസ് എൻ പ്ലസ് റീജിയനിൽ റെസിസ്റ്റിവിറ്റി ലോ ആണ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി ഇൻസിഡന്റ് ഫോട്ടോസ് ആർ അബ്സോർബ്ഡ് ഇൻസൈഡ് ഇറ്റ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോസ് മുഴുവൻ ഈ ഒരു ഡിപ്ലീഷൻ റീജിയനിലോട്ടാണ്, ഈ ഐ റീജിയനിലോട്ടാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്ലീഷൻ വിടുത്ത് കൂടുന്നതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ഫോട്ടോൺസിനെ മുഴുവൻ അബ്സോർബ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഇവിടെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, also allows longer wavelength operation where the light penetrates more deeply into the wider depletion region, typically 5 to 50 picometer. ഞാൻ പറഞ്ഞല്ലോ ഡിപ്ലീഷൻ വിഡ്ത്ത് കൂടുതലായതുകൊണ്ട് തന്നെ PND-ലേറെ എഫിഷ്യൻസി പെർഫോമൻസും കൂടും. ആൻഡ് ഓൾമോസ്റ്റ് ഓൾ ലൈറ്റിനെ ഇതെന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. ദ എൻ മെറ്റീരിയൽ ഇസ് വെരി ലൈറ്റ്ലി ഡോപ്ഡ്. ഈ എൻ മെറ്റീരിയൽ ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഐ എന്നുള്ള സ്ഥലത്ത് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി കൺസിഡർ ആസ് ഇൻട്രിൻസിക് റീജിയൻ. അതുകൊണ്ട് ഐ എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് ആയതുകൊണ്ടാണ് ഇൻട്രിൻസിക് റീജിയൻ പറയുന്നത് ആസ് കമ്പയർഡ് ടു പി ആൻഡ് എൻ റീജിയൻ. And inserted between P and N region. This creates a PIN structure. The middle layer offers very high resistance because no impurity, less impurity, hence most of the voltage drop across it. Most of the incident photons are absorbed inside the intrinsic region. Therefore, the drift components of photo current dominates when they compared to the diffusion component. Okay, drift current ആണ് ഇവിടെ dominate ചെയ്യുക compared to diffusion current. Okay, so electric field കൂടുതൽ വരുന്നത് ഈ ഐ റീജിയനിലാണ്. കാരണം most of the light is absorbed here because the resistivity is high here. Okay, ഇതാണ് നമ്മുടെ ആ ഒരു സ്ട്രക്ചർ, ദാറ്റ് ഇസ് എൻ പ്ലസ് ആൻഡ് പി പ്ലസ് റീജിയൻ. ഇതിൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് ചെയ്തിട്ട് നമ്മുടെ ഐ റീജിയൻ. ഈ ഐ റീജിയനിലാണ് നമുക്ക് ഡിപ്ലീഷൻ റീജിയൻ ഉള്ളത്. ഡിപ്ലീഷൻ റീജിയനിലോട്ടാണ് ലൈറ്റ് ഫോളോ ചെയ്യുന്നത്. ദിസ് ഇസ് ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് സിലിക്കൺ ഡയോക്സൈഡ്. ഇതാണ് PN ഫോട്ടോഡയോഡിൻ്റെ ഒരു സ്ട്രക്ചർ. The two very thin layers of negative and positive charges separated by intrinsic SI of width W form a structure similar to parallel plate capacitor. ഇതൊരു കപ്പാസിറ്ററിൻ്റെ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ സ്ട്രക്ചറിലാണ് ഇത് ഫോം ചെയ്യുന്നത്. കാരണം തിൻ ലെയേഴ്സ് ആയിട്ടുള്ള നെഗറ്റീവും പോസിറ്റീവ് അയോൺസ്, അതായത് പി പ്ലസും എൻ പ്ലസും. ഓക്കെ,
അപ്പോൾ നെഗറ്റീവും പോസിറ്റീവ് ലെയേഴ്സും പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് തിക്നെസ് കൂടിയ ആയിട്ടുള്ള ഇൻട്രിൻസിക് ആയിട്ടുള്ള സെമി കണ്ടക്ടർ ഇൻട്രിൻസിക് റീജിയനാണ്. സോ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ ഒരു പ്രതീകം. സോ ഇതിന് നമുക്ക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനായിട്ട് സിമിലാരിറ്റി ഉണ്ട്. സോ ദ ജംഗ്ഷൻ ഓഫ് ഡിപ്ലീഷൻ ലെയർ കപ്പാസിറ്റൻസ്, അപ്പോൾ ഇവിടെയുള്ള ജംഗ്ഷനിലുള്ള കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഈ ഡിപ്ലീഷൻ ലെയറിലുള്ള കപ്പാസിറ്റി എന്നുള്ളത് നമുക്ക് ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ സെയിം കപ്പാസിറ്റർ ഇക്വേഷൻ കൊടുക്കാം. ദാറ്റ് ഇസ് സി ഡിപ്ലീഷൻ ലെയറിലുള്ള കപ്പാസിറ്റർ ഇസ് ഈക്വൽ ടു സിഗ്മ എ ബൈ ഡബ്ല്യു. ഓക്കെ, സിഗ്മ എസ് ബൈ W, A and I area, W and width of the depletion layer. Okay. Then A is the cross sectional area and epsilon S is the permittivity of the conductor and omega is the width of the intrinsic, or W is the width of the intrinsic semiconductor. Okay. The three main factors limit the speed of response of a photodiode are. ഈ photodiode response സ്പീഡ് ഓഫ് റെസ്പോൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ the 3 factors are which limit the response of the response speed. A photodiode റെസ്പോൺസിന്റെ സ്പീഡിനെ, ഓക്കെ, സ്പീഡ് ഓഫ് റെസ്പോൺസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ഡ്രിഫ്റ്റ് ടൈം ഓഫ് കാരിയേഴ്സ് ത്രൂ ദ ഡിപ്ലീഷൻ റീജിയൻ. നമ്മൾ പറഞ്ഞു ഡ്രിഫ്റ്റ് ടൈം, ഓക്കെ, ഡിഫ്യൂഷനിലേറെ ഡ്രിഫ്റ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഡിപ്ലീഷൻ ലെങ്ത് കൂടുമ്പോൾ അവിടെ ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള കാരിയേഴ്സിന്റെ ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള ടൈം ഈ നമ്മുടെ റെസ്പോൺസിനെ affect ചെയ്യും. ഓക്കെ, ഈ ഡ്രിഫ്റ്റ് ടൈം. ഓക്കെ, ദ സ്പീഡ് ഓഫ് റെസ്പോൺസ് photodiode is fundamentally limited by the time it take photo generated carriers to drift out of the depletion layer. അപ്പോൾ ഡിപ്ലീഷൻ ലെങ്ത് കൂടിയതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രിഫ്റ്റിങ്ങിന്റെ ടൈമും കൂടും. ദാറ്റ് ഈസ് ടി ഡ്രിഫ്റ്റ്. ആ ടൈമാണ് ടി ഡ്രിഫ്റ്റ്. അപ്പോൾ അവർ നമ്മൾ ഇക്വേഷൻ പറയാം. ഓക്കെ, ദാറ്റ് when the field in the depletion region exceeds saturation, where the carriers may be assumed to travel at a constant drift velocity, the longest transit time for carriers which must traverse the full depletion layer width W is given by. അതായത് നമ്മൾ ഡ്രിഫ്റ്റ് ടൈം കൂടും, അതായത് ഡിപ്ലീഷൻ ലെങ്ത് കൂടുന്നു, ആ ഡിപ്ലീഷന്റെ വിഡ്ത്ത് കൂടുന്നത് കൊണ്ട് തന്നെ ഡ്രിഫ്റ്റ് ടൈം കൂടും. ആ ഡ്രിഫ്റ്റ് ടൈം കൂടുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് സ്പീഡ് ഓഫ് റെസ്പോൺസും കൂടും, അല്ല കുറയും, സ്പീഡ് കുറയും, റെസ്പോൺസ് സ്പീഡ് കുറയും. ദാറ്റ് ഇസ് ടി ഡിഫറൻസ് W ബൈ വി ഡി. അത് ഡ്രിഫ്റ്റ് വെലോസിറ്റി അതുപോലെ തന്നെ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ ലെയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്ത് ഡ്രിഫ്റ്റ് ടൈം പറയുമ്പോൾ ആ വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡ്രിഫ്റ്റ് ടൈം വിഡ്ത്ത് കൂടുന്നതുകൊണ്ട് ഡ്രിഫ്റ്റ് ടൈം സ്പീഡിനെ എഫക്ട് ചെയ്യും. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ ആണ് ഡിഫ്യൂഷൻ ടൈം. ഓക്കെ, ഓഫ് കാരിയേഴ്സ് ജനറേറ്റഡ് ഔട്ട്സൈഡ് ദ ഡിപ്ലീഷൻ ലെയർ. ഡിപ്ലീഷൻ ലെയറിന് പുറത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫ്യൂഷൻ ടൈമും നമ്മുടെ റെസ്പോൺസ് ഓഫ് റെസ്പോൺസിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതായത് റെസ്പോൺസ് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ അതിന് വേറെ കാരണം ഡിഫ്യൂഷൻ ടൈം ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡിഫ്യൂഷൻ ടൈം എവിടെ ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മുടെ ഡിഫ്യൂഷൻ ലെയറിന് പുറത്തുള്ള മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ ഡിഫ്യൂഷൻസ് ആണ് ഇവിടെ പറയുന്നത്. സോ ആ ഡിഫ്യൂഷൻ ടൈം ഇസ് ഈക്വൽ ടു d² by 2 dc, where dc is the minority carrier diffusion coefficient. ഓക്കെ, അതാണ് ആ ഒരു ഇക്വേഷൻ. ദ തേർഡ് വൺ പറഞ്ഞത് ടൈം കോൺസ്റ്റന്റ് ഇൻക്വയർഡ് ബൈ ദ കപ്പാസിറ്റൻസ് ഓഫ് ദ ഫോട്ടോഡയോഡ് വിത്ത് ഇറ്റ്സ് ലോഡ്. ഓക്കെ, ഇനി നമ്മൾ ഫോട്ടോഡയോഡിൽ റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യുന്നതോടെ അതിൽ കപ്പാസിറ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ കപ്പാസിറ്റൻസിന്റെ ടൈം കോൺസ്റ്റന്റിന്റെ വേരിയേഷൻ കൊണ്ടും അതുപോലെ തന്നെ ഈ സ്പീഡ് ഓഫ് റെസ്പോൺസ് ചേഞ്ച് ആവും. ദാറ്റ് ഈസ് CJ is equal to ആ ഒരു കപ്പാസിറ്റൻസ് പറഞ്ഞാൽ epsilon S A by W. Okay, ഇനി what is rise time? ഇനി rise time എന്താണെന്ന് വെച്ചാൽ rise time is measured by applying a step light into the photodiode and is defined as. Okay, rise time എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റിലുള്ള ഔട്ട്പുട്ടിൽ, അതായത് നമ്മുടെ ഫോട്ടോയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് കിട്ടും. ആ ഒരു ടൈമിൽ നമുക്ക് ഫോട്ടോയിൽ ഒരു സ്റ്റെപ്പ് പെട്ടെന്ന് ഒരു ഇൻക്രിമെന്റ് കൊടുത്താൽ അതിന്റെ ഔട്ട്പുട്ട് 10 to 90% ചേഞ്ച് ചെയ്യുന്നതിനാണ് റൈസ് ടൈം എന്ന് പറയാം. അതായത് 10% 90%ലോട്ട് മാറുന്ന ഒരു സ്റ്റെപ്പായിട്ട് ഔട്ട്പുട്ട് ചേഞ്ച് ആവുന്നതിനാണ് റൈസ് ടൈം എന്ന് പറയാം. ഓക്കെ, ഡിഫൈൻ ആസ് ദ ടൈം റിക്വയർഡ് ഫോർ ദ ഔട്ട്പുട്ട് ടു ചേഞ്ച് ഫ്രം 10% to 90% ഓഫ് ദ സ്റ്റഡി ഔട്ട്പുട്ട് ലെവൽ. സ്റ്റഡി ഔട്ട്പുട്ട് ലെവലിൽ നിന്ന് ഒരു 10% 90% ഔട്ട്പുട്ട് എത്താനുള്ള ടൈമാണ് റൈസ് ടൈം. ഓക്കെ, അതൊരു പെട്ടെന്ന് നമ്മളൊരു ഇൻപുട്ട്, ഒരു അബ്രപ്റ്റ് ഇൻപുട്ട്, സ്റ്റെപ്പ് ഇൻപുട്ട് അല്ലെങ്കിൽ ലൈറ്റ് ഇൻപുട്ട് നമ്മൾ ഫോട്ടോഡയോഡിന് കൊടുക്കുമ്പോൾ ഫോട്ടോഡയോഡ് ഒരു 10% പെട്ടെന്ന് ഒരു സ്റ്റെപ്പായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും വിത്ത് 90%. ആ ഒരു ടൈമാണ് റൈസ് ടൈം. The rise time depends upon the instant light
wavelength and load resistance. ഈ റൈസ് ടൈം ലൈറ്റിന്റെ വേവ് ലെങ്തിനെ അതുപോലെ തന്നെ ലോഡ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് റൈസ് ടൈം ഇസ് ഈക്വൽ ടു 0.35/fc. fc പറഞ്ഞാൽ കട്ട് ഓഫ് ഫ്രീക്വൻസി. Okay, so that's all about pin diode photodiode. The next is and also there are some advantages and disadvantages of pin diode. Okay, so advantage of pin diode is very low reverse bias കൊടുത്താൽ മതി. പിന്നെ എന്താ പറയുക, ഹൈ ക്വാണ്ടം എഫിഷ്യൻസി കൂടുതലാണ്. And also large bandwidth can be obtained, lower noise performance. Okay, noise or it is does not amplify the signals. അതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് വരുന്നത്. ഓക്കെ, then next avalanche photodiode. Okay, one limitation of pin diode is the lack of internal gain. Incident photon produces only EHP. അതായത് ഇലക്ട്രോൺ ഹോൾ പെയർന്ന് മാത്രമുള്ള കറണ്ടേ നമുക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ ഇൻ കേസ് ഓഫ് പിൻ ഡയോഡ്. പക്ഷെ അവലാഞ്ചെ ഡയോഡിൽ എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അവലാഞ്ചെ ഫോട്ടോ ഡയോഡിൽ അവലാഞ്ചെ ബേസ്ഡ് ഓൺ അവലാഞ്ചെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഈ ഒരു അവലാഞ്ചെ ഫോട്ടോ ഡയോഡിൽ വർക്ക് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന റിവേഴ്സ് ബയാസ് അപ്ലൈ ചെയ്യുന്നത് നിയർ ടു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന്റെ അടുത്താണ് നമ്മൾ റിവേഴ്സ് ബയാസ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഹൈ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് കൊടുക്കും. അപ്പോൾ അവിടെയാണ് ബ്രേക്ക് ഡൗൺ വരുന്നത്, അവലാഞ്ചെ ബ്രേക്ക് ഡൗൺ വരുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് ഡൗണിന്റെ തൊട്ടടുത്തുള്ള ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് നമ്മൾ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ ലൈറ്റ് ഫോട്ടോണിൽ വരുമ്പോൾ ഇലക്ട്രോൺ ഹോൾ പെയർ വരും. ശരി, ഈ ഇലക്ട്രോൺ ഹോൾ പെയർ ഹൈ സാച്ചുറേഷൻ വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. കാരണം സാച്ചുറേഷൻ വെലോസിറ്റി മൂവ് ചെയ്യാൻ കാരണം ഇത് നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന്റെ അടുത്ത് ഹൈ വോൾട്ടേജ് കൊടുക്കുന്നതുകൊണ്ട് സാച്ചുറേഷൻ വെലോസിറ്റിയിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും. അങ്ങനെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ഈ ഹൈ വെലോസിറ്റി ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, വിൽ കൊളൈഡ് വിത്ത് അതർ ആറ്റംസിനെ കൊളൈഡ് ചെയ്തിട്ട് അവിടുന്ന് ഇലക്ട്രോൺസ് ഫോം ചെയ്യും, ന്യൂ ഇലക്ട്രോൺസ് ഫോം ചെയ്യും. ഈ ഇലക്ട്രോൺ ഹോൾ പെയർ യൂസ് ചെയ്തിട്ടുണ്ടായ ഇലക്ട്രോൺസ് അതർ ആറ്റംസിനെ പോയി സ്ട്രൈക്ക് ചെയ്തിട്ട് വീണ്ടും ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്തത് ഇൻക്രീസ് ചെയ്തു. സോ ഈ ന്യൂ ഇലക്ട്രോൺസും ഈ ഒരു കാരിയേഴ്സിന്റെ കൂടെ ട്രാവൽ ചെയ്യും. എന്നിട്ട് വീണ്ടും അവർ പോയിട്ട് വേറെ ഇലക്ട്രോൺസിനെ സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ നമ്പർ ഓഫ് കാരിയേഴ്സ് ഇൻക്രീസ് ചെയ്യുന്ന പോലെ തന്നെ കറന്റും ഇൻക്രീസ് ചെയ്യും. ഈ ഒരു പ്രോസസ്സ് ജനറേറ്റിംഗ് മോർ നമ്പർ ഓഫ് കാരിയേഴ്സ്, ആ ഒരു പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ഇമ്പാക്ട് അയണൈസേഷൻ. അപ്പോൾ ഇവിടെ മെയിൻ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ ഇമ്പാക്ട് അയണൈസേഷൻ ആണ്. അപ്പോൾ ഇതിങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് അപ്പോൾ EHP കൊണ്ടല്ല, ഇലക്ട്രോൺ ഹോൾ പെയർ കൊണ്ട് മാത്രമല്ല കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഹൈലി സാച്ചുറേറ്റഡ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഈ ഇലക്ട്രോൺസ് ബാക്കിയുള്ള ആറ്റംസിനെയും കൂടി സ്ട്രൈക്ക് ചെയ്തിട്ട് വീണ്ടും ഇലക്ട്രോൺസ് മൾട്ടിപ്ലൈ ചെയ്ത്, അങ്ങനെയാണ് ഇലക്ട്രോൺസ് കൂടുമ്പോൾ നമുക്ക് കറണ്ടും കൂടും. അങ്ങനെ ഒരു ഹൈ കറണ്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കേസ്, അതായത് നമ്മൾ അവലാഞ്ചെ ഫോട്ടോ ഡയോഡ് യൂസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് ഹൈ ഗെയിനും ഹൈ കറണ്ടും ആവശ്യമുള്ള സമയത്താണ് അവലാഞ്ചെ ഫോട്ടോ ഡയോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കൺവെൻഷണൽ ഫോട്ടോ ഡയോഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ പിൻ ഫോട്ടോ ഡയോഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ അവലാഞ്ചെ ഫോട്ടോ ഡയോഡിൽ ഹൈ കറണ്ട് ആൻഡ് ഹൈ വോൾട്ടേജ് കിട്ടും. ഓക്കെ, ആൻഡ് ഓൾസോ ഹൈ വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ ഇതിന് ഹൈ ഗെയിൻ ആയിരിക്കും. ഓക്കെ, ഇനി അവലാഞ്ചെ ഫോട്ടോ ഡയോഡ് similar to photons, incident photons produce EHPs. However, the avalanche photodiode is operated with a large reverse bias, which creates the high field region with the device. Okay, large reverse bias കൊടുക്കുന്നത് near breakdown voltage ന്റെ അടുത്തുള്ള വോൾട്ടേജ് കൊടുക്കുന്നത്. This accelerates the photon generated electrons, which requires so much kinetic energy that will collide on bond electrons in the valence band and create secondary electron hole pair. Secondary electron hole pairs form ചെയ്യും ഈ highly saturated electrons collide ചെയ്ത്. This process is called impact ionization. If the field created is high enough, secondary pairs create a new EHPs. ഈ secondary pairs വീണ്ടും പുതിയ ഇലക്ട്രോൺ ഹോൾ പെയർസിനെ ഫോം ചെയ്യും. ദിസ് ഇസ് കാൾഡ് അവലാഞ്ച് ഇഫക്റ്റ്. ഇതാണ്. അപ്പോൾ ഈ ഒരു കുറച്ച് വോൾട്ടേജ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, അവലാഞ്ച് ആ ബ്രേക്ക് ഡൗണിലുള്ള വോൾട്ടേജ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഹൈ കറണ്ട് കിട്ടും. ദസ് ദ കാരിയേഴ്സ് ഗെറ്റ് മൾട്ടിപ്ലൈഡ് വിച്ച് റിസൾട്ട് ഇൻ എ ലാർജ് ഫോട്ടോ കറണ്ട്. ഓക്കെ, കാരിയേഴ്സ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. സോ ദിസ് ഇസ് അവലാഞ്ച് ഫോട്ടോ ഡയോഡിൽ വരുന്ന ലെയേഴ്സ് ആണ് N+P+I+P+. ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ. ഓക്കെ, N+P+I+P+. ഈ ഒരു കേസിൽ പറയുമ്പോൾ ഈ P എന്ന് പറയുമ്പോൾ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, N+ ഹെവിലി ഡോപ്ഡ് ആണ്. നമ്മൾ പറഞ്ഞ ലൈറ്റ്ലി ഡോപ്ഡ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി കുറവുള്ളതിന് റെസിസ്റ്റിവിറ്റി കൂടുതലാവും. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് നമുക്ക് ഹൈ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഹൈ ഗെയിന് കിട്ടുന്നത്, അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് ഈ ഒരു പൊസിഷനാണ്. ഓക്കെ, a simplified schematic diagram is shown here. The N+
layer is a thin layer and the photons to be detected fall on this layer through the window. ഈ n പ്ലസ് ലെയറിലൂടെയാണ് ഫോട്ടോണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ n പ്ലസ് പി ലെയറിലൂടെയാണ് നമ്മുടെ ഫോട്ടോൺ അബ്സോർപ്ഷൻ നടക്കുന്നത്. ഓക്കെ Okay, the first thin p-type layer and second layer is a thick, lightly doped p layer, which is almost intrinsic. അതാണ് ഈ p layer almost intrinsic ആണ് കാരണം lightly doped ആണ്. So the third layer is heavily doped p layer. Under ഈ third layer heavily doped ആണ്. Okay, so under no bias condition, the depletion layer does not extend across the intrinsic layer. അപ്പോൾ ഈ depletion layer intrinsic ലെയറിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു പോർഷൻ, ഈ ഒരു ജംഗ്ഷനിലാണ് നമുക്ക് ഹൈ കറണ്ട് കിട്ടുന്നത്. ഓക്കെ, ഹൈ ഗെയിൻ ആൻഡ് ഹൈ വോൾട്ടേജ് കിട്ടുന്ന പോർഷൻ. സോ ഈ ഒരു പോർഷൻ മനസ്സിലാക്കാൻ നമുക്ക് ഈ n പ്ലസ് പി റീജിയനിൽ, കാരണം പി ലൈറ്റ്ലി ഡോപ്ഡ് ആയത് ഒരു ഹൈ റെസിസ്റ്റൻസ്, ഇവിടെയാണ് നമുക്ക് ഹൈ ഗെയിൻ വരുന്നത്. പിന്നെ ഈ ഐ റീജിയനിൽ നമുക്ക് ഗെയിന് ലെസ് ആണ് ആസ് കമ്പയർഡ് ടു ഹിയർ, ഗെയിന് കുറഞ്ഞു വരും. എന്നിട്ട് പി പ്ലസിലാവുമ്പോൾ വളരെ ലോ ആയിട്ടുള്ളതാണ് കിട്ടുക. ഓക്കെ, ആൻഡ് ഫീൽഡ് വാനിഷസ് അറ്റ് ദ എൻഡ് ഓഫ് ദ നാരോ ഡിപ്ലീഷൻ ലെയർ ഇൻ ദ പി പ്ലസ് ലെയർ. ഓക്കെ, സോ nearly uniform field in intrinsic region separates the whole electron pairs and drifts them towards the n plus and p plus layers. ഈ ഇവിടെ ഒരു യൂണിഫോം ഫീൽഡാണ് ഈ ഒരു ഐ ലെയറിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ കൺക്ലൂഡ് ചെയ്യണം ഇവിടെ ഇലക്ട്രോൺ ഹോൾ പെയർസ് അല്ലെങ്കിൽ ഫോട്ടോ കറന്റ് അല്ലെങ്കിൽ ഓക്കെ കറന്റ് ഫോട്ടോ കറന്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് കൊണ്ടാണ്. ഒന്ന് നമ്മുടെ EHPs ഫോം ചെയ്യും, ഇലക്ട്രോൺ ഹോൾ പെയർ ഫോം ചെയ്യുന്ന, മറ്റേത് അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫോട്ടോ ജനറേഷൻ നമുക്ക് ഇൻട്രിൻസിക് റീജിയനിലാണ് നടക്കുന്നത്, അതായത് ഇലക്ട്രോൺ ഹോൾ പെയർസ് കൊണ്ടുള്ളത്. പിന്നെ അത് അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് നടക്കുന്ന പി റീജിയനിലാണ്, അതായത് n പ്ലസ് പി റീജിയനിലാണ്. ഓക്കെ, അതാണ് അവിടെ ഫീൽഡ് ഹൈ ആയിട്ട് വരുന്നത്. ഇവിടെയാണ് അവലാഞ്ച് ആ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. ഇവിടെ ഇമ്പാക്ട് അയണൈസേഷൻ വഴി നമുക്ക് ഒരു ഹൈ ഫീൽഡ് ഹൈ ഗെയിൻ കിട്ടുന്ന ഈ ഒരു റീജിയനിലാണ്, ഈ ഒരു ജംഗ്ഷനിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ അബ്സോർപ്ഷൻ റീജിയൻ ആണ് ഇവിടെ, അതായത് ഫോട്ടോണിനെ അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രോൺ ഹോൾ പെയർ ഫോം ചെയ്യുന്നത് ഇൻട്രിൻസിക് റീജിയനിലാണ്. ദ അവലാഞ്ച് മൾട്ടിപ്ലിക്കേഷൻ is statistical process lead to a carrier generation fluctuation that lead to excess noise in the avalanche multiplied photocurrent. ഈ അവലാഞ്ച് ഫോട്ടോയിൽ നമ്മൾ ഹൈ കറന്റ്, അതായത് നമ്മുടെ ബ്രേക്ക് ഡൗണിന്റെ അടുത്തുള്ള വോൾട്ടേജ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നോയ്സ് കൂടുതലായിരിക്കും. ഓക്കെ, സോ എം പറഞ്ഞാൽ മൾട്ടിപ്ലൈഡ് ഔട്ട്പുട്ട് ഫോട്ടോ കറന്റ് ബൈ ഇനീഷ്യൽ. ഓക്കെ, ഇത്രയാണ് നമുക്ക് അവലാഞ്ച് ഫോട്ടോ ഡയോഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അവലാഞ്ച് ഫോട്ടോ ഡയോഡിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ പറയാം. സോ അവലാഞ്ച് ഫോട്ടോ ഡയോഡ് അഡ്വാൻറ്റേജ്, സിലിക്കൺ ആണ് നമ്മൾ ഇവിടെ അവലാഞ്ചിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ, പി ടൈപ്പ് ആയിട്ട്. അവലാഞ്ചിൽ അഡ്വാൻറ്റേജസ് പറയുമ്പോൾ ഗെയിൻ ഹൈ ആണ്. ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ ഹൈ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് കൊടുക്കണം. ഹൈ ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവിടെ നോയ്സ് ഹൈ ആയിരിക്കും. അതുപോലെ അവലാഞ്ച് ഔട്ട്പുട്ട് ലീനിയർ ആയിരിക്കില്ല. ഓക്കെ, പിന്നെ രണ്ട് തമ്മിലൊരു കമ്പാരിസൺ, ചെറിയൊരു കമ്പാരിസൺ പറയാം. ലെയേഴ്സ് പിൻ ഡയോഡിൽ പി പ്ലസ് ഐ എൻ പ്ലസ് ആണ്, അവലാഞ്ചിൽ പി പ്ലസ് പൈ പി എൻ പ്ലസ് ആണ്. ഗെയിന് ലെസ് ആണ് ഇൻ കേസ് ഓഫ് പിൻ ഡയോഡ്. അവലാഞ്ച് ഫോട്ടോ ഡയോഡിൽ മോർ ഗെയിൻ ആണ് നമുക്ക് കിട്ടുന്നത്, കാരണം നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിലേറെ കൂടുതൽ വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഡ്യൂ ടു ഇമ്പാക്ട് അയണൈസേഷൻ പ്രൊസീജിയർ വി ഗെറ്റ് എ ഹൈ ഗെയിൻ ഹിയർ. പിന്നെ ആംപ്ലിഫയർ റിക്വയർമെന്റ് ഇവിടെ ഇല്ല, ഇവിടെ ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ഹിയർ. ദെൻ നെക്സ്റ്റ് റെസ്പോൺസ് ടൈം ഇവിടെ ലെസ് ആണ്. അത് പിൻ ഡയോഡിൽ റെസ്പോൺസ് ടൈം കുറവാണ്, ഇവിടെ റെസ്പോൺസ് ടൈം കൂടുതൽ, അതായത് റെസ്പോണ്ട് ചെയ്യാൻ കുറേ ടൈം എടുക്കും. അത് റെസ്പോണ്ട് ടൈം ലെസ് ആവുന്നതാണ് അഡ്വാൻറ്റേജസ്. ഓക്കെ, ദെൻ ഔട്ട്പുട്ട് കറണ്ട് പറയുമ്പോൾ ലെസ് ഔട്ട്പുട്ട് കറണ്ട് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇവിടെ ഹൈ ഔട്ട്പുട്ട് കറണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിൻസ് ഇറ്റ് ഹാസ് ഹൈ ഗെയിൻ. പിന്നെ ഇവിടെ നോയ്സ്, ഇവിടെയുള്ള നോയ്സ് ഫോട്ടോൺ നോയ്സ്, ഷോർട്ട് നോയ്സ്, ജോൺസൺ നോയ്സ്, ജനറേഷൻ റീകോമ്പിനേഷൻ നോയ്സ്, അങ്ങനെ ഒരുപാട് നോയ്സ് ഉണ്ട്. പക്ഷേ ഈ നോയ്സ് ഒക്കെ ചെറിയ നോയ്സ് ആണ്, അതായത് അത് നമ്മുടെ സിഗ്നൽസിനെ ഇമ്പാക്ട് ചെയ്യില്ല. പക്ഷേ ഇവിടെയുള്ള നോയ്സ് ദാറ്റ് ഇസ് അവലാഞ്ച് നോയ്സ് ആൻഡ് തെർമൽ നോയ്സ്. ഓക്കെ, ഇത് നമ്മുടെ സിഗ്നലിനെ എഫക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഓവറോൾ നോയ്സ് ഇവിടെ കൂടുതലാണ്, ഇവിടെ ഓവറോൾ നോയ്സ് ലെസ് ആണ് ഇൻ കേസ് ഓഫ് പിൻ ഡയോഡ്. Then sensitivity പറയുമ്പോൾ ലെസ് ആണ് ഇൻ പിൻ ഡയോഡ്. ഹിയർ സെൻസിറ്റിവിറ്റി ഇസ് ഹൈ. സെൻസിറ്റിവിറ്റി ഇൻ ദ സെൻസ് നമ്മൾ ചെറിയൊരു ഇൻപുട്ട് വേരിയേഷൻസ്, എന്തെങ്കിലും ഒരു നോയ്സ് വന്നാൽ പെട്ടെന്ന് ഔട്ട്പുട്ടിനെ വലിയ രീതിയിൽ വേരി ചെയ്യും. ഇൻ കേസ് ഓഫ് അവലാഞ്ച്, ഇൻ കേസ് ഓഫ് പിൻ ഡയോഡ് ലെസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, ചെറിയ വേരിയേഷൻസ് ഒന്നും ഔട്ട്പുട്ടിനെ എഫക്ട് ചെയ്യില്ല. ദെൻ ലാസ്റ്റ് റിവേഴ്സ് ബയാസ് വോൾട്ടേജ്.
ലാസ്റ്റ് റിവേഴ്സ് ബയാസ് വോൾട്ടേജ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ലോ ആണ്. ഇവിടെ കൊടുക്കുന്ന ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് നിയറർ ടു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. ഹൈ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ആണ് അവലാഞ്ചിൽ കൊടുക്കുന്നത്. ദെൻ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി ഇവിടെ ഹൈ സ്റ്റേബിൾ ആണ്. ഇവിടെ പുവർ സ്റ്റെബിലിറ്റി ആണ്. ഹൈലി സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ടെമ്പറേച്ചറിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ ഔട്ട്പുട്ടിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് പിൻ ഡയോഡ് ആൻഡ് Avalanche photodiode. Thank you. Have a nice day.